ഹൈ റേഞ്ച് ഫാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമായാൽ നമ്മുടെ തോട് വേഗം ഫില്ല് ചെയ്യും. ഇനി കുറച്ച് മാസങ്ങൾ ഈ ഒരു വെള്ളം ഉണ്ടാവും. 2 ആഴ്ച മുമ്പ് നമ്മൾ കാട് വെട്ടിയ ഏരിയകളാണ്. അതുകൊണ്ടും പുല്ല് കയറുകയാണ്. തുടർച്ചയായിട്ടുള്ള മഴ കാരണമാണ് പുല്ലുകൾ, പ്രത്യേകിച്ച് ഈ ഒരു മണ്ണിൽ നന്നായിട്ട് കളകൾ വേഗം കയറി പിടിക്കും. നമ്മുടെ ബട്ടർ തൈകളൊക്കെ നന്നായി വരുന്നുണ്ട്. ചെറിയ രൂപത്തിൽ അധികം ഓരോ ബ്രാഞ്ചസ് ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്ത് ഒരു സിംഗിൾ ഇതിൽ വളർത്തുന്ന ഒരു പരിപാടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ താഴെയൊക്കെ കംപ്ലീറ്റ് പുല്ല് കയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ക്ലിയർ ചെയ്ത് ഇനി വളം ചെയ്യുന്ന പരിപാടികളാണ് ബാക്കിയുള്ളത്. ബട്ടറിനൊക്കെ നമ്മൾ മൾച്ചിങ് കൊടുത്തുകൊണ്ട് അതിന് ചുവട്ടിലുള്ള പുല്ലുകൾക്കൊക്കെ കുറേ കുറവുണ്ട്. ഇതിന് മൾച്ചിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ചുവട്ടിൽ നമ്മൾ നന്നായി വളം ചെയ്യുന്നത് കൊണ്ടാണ് കളകൾ നന്നായി നിറയുന്നത്. കഴിഞ്ഞ വർഷം വെച്ച കവുങ്ങ് തൈകളിൽ ചിലത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാറ്റി രണ്ടാമത് പുതിയ കുഴിയെടുത്ത് പുതിയത് റീപ്ലാന്റ് ചെയ്യുന്നു. സാധാരണ മഴ ആരംഭത്തിലാണ് നമ്മൾ കവുങ്ങ് വെക്കാറുള്ളത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ, ഓഗസ്റ്റ് വരെ നമുക്ക് തൈകൾ വെക്കാം. അതിനുശേഷം നമ്മൾ വെക്കുന്നത് കൃത്യമായിട്ടുള്ള ജലസേചനം ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. കാല ആരംഭത്തിൽ നമ്മൾ വെക്കുന്ന സമയം കൊണ്ട് തന്നെ തൈകൾ വേനലാവുന്നതിന് മുമ്പ് ഒരല്പം പഴുത്ത് കിട്ടും. പിന്നീട് വരുന്ന കനത്ത വേനൽ പിടിച്ചു നിൽക്കാൻ ഇത് നല്ല സഹായകരമാണ്. മോഹിത് നഗർ ഇനാണിത്, സെമിക്കുള്ളൻ. നമ്മൾ തൈകളെ കവർ പൊട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് കിട്ടാത്തൊരവസ്ഥ കുറേയൊക്കെ കാണാറുണ്ട്. ആദ്യം ഈ ബാക്ക് സൈഡുള്ള ഭാഗം പകുതി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം തൈകളൊക്കെ കവർ വരാൻ ഇതുപോലെ ബാക്കിൽ നിന്നും പകുതി എടുത്ത് ഇതേപോലെ ഇതാക്കിയാണ്ട് ഈ ഒരു മണ്ണ് തൈകൾക്ക് അത്യാവശ്യം